നാലാമത്തെ രാത്രികാലം ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഹല്ലേലൂയ, അതുപോലെ തന്നെ എല്ലാ ദൈവമക്കൾക്കും ദൈവസഭയായി പ്രൈസ് ദി ലോർഡ് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വളരെ ഏകാഗ്രതയോടെ അല്ലെങ്കിൽ സന്നിധിയോട് ചേർന്നിരിക്കാം. നമുക്കുള്ളത് രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ ആ കർത്താവ് ഏറ്റെടുക്കും. ഇന്ന് രാവിലെ കാലം കർത്താവിൻ്റെ അഭിഷക്തനെ കർത്താവ് ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചു. ഹല്ലേലൂയ. നീതിമാന്റെ അവകാശത്തിന്മേൽ ഹല്ലേലൂയ ദൂട്ടന്റെ ചെങ്കോൾ ഇരിക്കയില്ല. ഹല്ലേലൂയ എന്നുള്ള ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് നമ്മെ നീതിമാന്മാരാക്കിയ യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് ചൊരിഞ്ഞ പഞ്ചമുറിവുകളിൽ നിന്ന് ചൊരിഞ്ഞ അവിശുദ്ധ രക്തത്തിലൂടെ ഹല്ലേലൂയ നമ്മുടെ നീതിമാന്മാരും നീതിമതികളുമാക്കി തീർത്ത ഹല്ലേലൂയ ആ ദൈവകൃപയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി കാലയിൽ ഹല്ലേലൂയ രാത്രികാലവും നമ്മോട് ശുശ്രൂഷിക്കാനുള്ളത് ഹല്ലേലൂയ ഇവിടെ കർത്താവ് അയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഹല്ലേലൂയ AG പ്രസ്ഥാനത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഹല്ലേലൂയ അനുഗ്രഹീതനായ ഒരു സീനിയർ ശുശ്രൂഷകനും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മേഖലാ ഡയറക്ടറൊക്കെ ആയിരുന്ന പ്രിയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ PK യേശുദാസൻ പാസ്റ്ററാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം തന്നെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ ആമേൻ താൻ കാലിൽ കാട്ടാക്കട ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ AG സഭയുടെ ഹല്ലേലൂയ ആമേൻ ശുശ്രൂഷകനായി കർത്താവിൻ്റെ മഹത്വമായ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരിക്കുന്നു. ആ ദൈവഭക്തനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കർത്താവെ സംസാരിക്കണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള വളരെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അല്ലെങ്കിൽ കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. സമയം ദേവദാസനെ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ സ്നേഹത്തോടെ കർത്തൃനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം രാവിലെ കർത്താവിൻ്റെ വചനമായി നിൽക്കാൻ ദൈവം എൻ്റെ ആയുസ്സിലൊരവസരം തന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ കൃപയ്ക്കായും ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തം ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ ദാസന്മാരെ വിശേഷിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ MA വർഗീസ് സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രിയ മാമ, അതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ രാജീവ് തുടങ്ങിയ എല്ലാവരെയും ഞാൻ ക്രിസ്തയേശുവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ അധ്വാനം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിന് ഇന്ന് രാത്രിയിൽ മഹത്വവും ആരാധനയും കൊടുക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്ന് രാത്രി ആയിരിക്കാം. ഹല്ലേലൂയ. ഈ വാസവും പ്രാർത്ഥനയും ഇവിടെ ഈ പട്ടണത്തിലെ ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. വലിയ ശബ്ദം എടുക്കാനായിട്ട് എനിക്കും പറ്റില്ല എന്നാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജീവനാണ്, ദൈവത്തിൻ്റെ വചനം ചൈതന്യമാണ്. അത് കേൾക്കുന്നവരെ മാത്രമല്ല സംസാരിക്കുന്നവരെയും ദൈവത്തിൻ്റെ വചനം വിടുവിക്കുന്നതാകയാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് രാവിലെ ഒരു ചിന്ത ദൈവംബാഹെ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് ദൈവംബാഹെ വെച്ച ഒരു വചനത്തിൻ്റെ 1-2 ഭാഗങ്ങൾ കൂടെ ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നീതിമാൻ്റെ അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ഇന്ന് പകൽ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ എന്ന ക്രമത്തിൽ 1-2 ചിന്തകൾ കൂടെ ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. 125 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് രാവിലെ നമ്മൾ വായിച്ചത്. 125 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോൾ നീതിമാന്മാരുടെ അവകാശത്തിൻ്റെ മേലിരിക്കുകയില്ല. ഞാൻ രാവിലെ ആരാണ് നീതിമാൻ എന്ന് ഒരു ചിന്ത നിങ്ങളോട് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നീതിമാൻ ആരുമില്ല, എന്നാൽ യേശുക്രിസ്തുവിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടു. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു.
ഹല്ലേലൂയ. അതുകൂടെ ഓർത്ത് വേണം കേട്ടോ. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ ആകുന്നു എന്നും കൂടെ എന്ത് ചെയ്യണം? കൂട്ടി പറഞ്ഞോണം. ഹല്ലേലൂയ, ചേർത്ത് പറയണം. അതാണ് ദൈവത്തിൻ്റെ വാനത്തിൻ്റെ ആ സ്വഭാവം. അതുകൊണ്ട് ഇവിടെ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന്, പിതാക്കന്മാരുടെ അനുഗ്രഹം, പിതാക്കന്മാരുടെ അവകാശം എന്നത് ഞാൻ പറഞ്ഞു. അതിൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ചെങ്കോലെന്ന് പറയുന്നത് ഭരണത്തെ സൂചിപ്പിക്കുന്നു, അധികാരത്തെ സൂചിപ്പിക്കുന്നു. അർത്ഥം ആമേൻ, നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആരാണ് ദുഷ്ടൻ? ദുഷ്ടൻ എന്ന് പറയുന്നത് ഞാൻ രാവിലെ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ ദുഷ്ടനെന്ന് പറയുന്നു, അപ്പോൾ തന്നെ പിശാചിനെയും ദുഷ്ടനെന്ന് വേദപുസ്തകം പരാമർശിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യനെ ഞാൻ ദുഷ്ടനെന്ന പരാമർശം കൊണ്ട് ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇരുട്ടിൻ്റെ സകല ആധിപത്യങ്ങളുടെയും അവകാശം, അധികാരം, ഭരണം നമ്മുടെ അവകാശത്തിൻ്റെ മേലിരിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാനൊരു അവകാശിയാണെന്ന്? ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാനൊരു അവകാശിയാണ്, ഞാനൊരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വെറുതെക്കാരനല്ല, മറിച്ച് ദൈവം എന്നെ അവകാശിയായി തിരഞ്ഞെടുത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നു, ക്രിസ്തു നിമിത്തം നമ്മെ അവകാശിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവകാശിക്ക് സകലത്തിനും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ ചിന്തയിലേക്ക് നിങ്ങളുടെ സജീവമായ ചിന്തയെ ഞാൻ കൊണ്ടുപോകുന്നു. ഞാൻ മാക്സിമം നേരത്തെ ഈ പറഞ്ഞതുപോലെ വേഗം ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തണം എന്നെനിക്ക് താല്പര്യമുണ്ട്. രണ്ടാമത്തേതാണ് സഹോദരന്മാരുടെ ഇടയിലുള്ള അവകാശം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന അല്ലെങ്കിൽ നീതിമാൻ്റെ രണ്ടാമത്തെ അവകാശമാണ് സഹോദരന്മാരുടെ ഇടയിലുള്ള അവകാശം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? സഹോദരന്മാരുടെ ഇടയിലുള്ള അവകാശം. 133 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്ന ഇതാ, സഹോദരന്മാർ ഒത്ത് ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അവിടെയല്ലോ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ സഹോദരന്മാർ ഒത്തിട്ട് ഒരുമിച്ചിട്ട് വസിക്കുന്ന ഇടത്ത് അവിടെ രണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ തലം പരിശുദ്ധാത്മാവ് ആമേൻ ഓഫർ ചെയ്യുന്നു. അത് വ്യക്തമായി കർത്താവ് പറയുന്നു, അനുഗ്രഹവും ശാശ്വതമായ ജീവനും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ സഹോദരങ്ങളുടെ ഇടയിലുള്ള ആത്മീയ അവകാശത്തെക്കുറിച്ച് ബോധവാനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ നിന്ന്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാം, ആമേൻ, ജീവന് തടസ്സമായ എല്ലാറ്റിൻ്റെ മേലും ഈ രാത്രി കർത്താവ് നിങ്ങൾക്ക് ജയം തരുന്ന രാത്രിയാണ്. അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിക്കുന്ന ഒരു നല്ല ബന്ധമാണ് സഹോദര ബന്ധമെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സ്ഥായിയായതും ഏറ്റവും ഊഷ്മളമായതുമായ ബന്ധം എന്ന് പറയുന്നത് സഹോദര ബന്ധമാണ്. ഭാര്യ ഭർത്താവ് ബന്ധമെന്ന് പറയുന്നതിന് വേറൊരു തലമാണ്. അപ്പൻ മക്കളെന്ന് പറയുന്ന ബന്ധത്തിന് വേറൊരു തലമാണ്. എന്നാൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അതിൻ്റെ ചാലക ഘടകം ഏറ്റവും ഉന്നതമാണ് എന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. രണ്ട് തരത്തിൽ സഹോദരന്മാർ അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത്, ഒന്ന് രക്തത്തിൽ ഒരേ രക്തത്തിൽ ജനിച്ച സഹോദരങ്ങൾ അല്ലെങ്കിൽ മൂത്തവർ ഇളയവർ എന്ന് പറയുന്ന ക്രമത്തിലുള്ള വാക്കുകളുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ നിർഭാഗ്യവശാൽ ജനിച്ചവരല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഒരുവനിലൂടെ സർവ്വ കുടുംബത്തിനും പേർ വരാൻ കാരണമായ ഒരു മഹാദൈവം നിമിത്തം നമ്മളെ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ലോകത്തിലുള്ള നമ്മുടെ രക്തബന്ധത്തെക്കാളും കുറേ കൂടെ അടുപ്പമുള്ളതാണ് ആത്മീയ ബന്ധത്തിലുള്ള സഹോദരന്മാരെന്ന് പറയുന്നത്. ഒരളവിൽ പറഞ്ഞാൽ ആത്മീയ ബന്ധത്തിലുള്ള സഹോദരന്മാരുടെ ബന്ധത്തിനകത്ത് ഊഷ്മള വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതിനും ഒരു രക്തത്തിൻ്റെ ചുവയുണ്ട് എന്നുള്ളതാണ്.
എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്? അപ്പോൾ ഇതിനകത്ത് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ പ്രായത്തിൽ വ്യത്യാസമുള്ളവരുണ്ട്, ആമേൻ, വ്യത്യസ്തമായ ജോലി ഭൂമിയിൽ ചെയ്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ച് ആശങ്കയുള്ളവരുണ്ട്, പരസ്പരം ബന്ധങ്ങളോ അറിവുകളോ ഒന്നുമില്ലാത്തവർ കണ്ടേക്കാം. പക്ഷേ യേശു ക്രിസ്തു നിമിത്തം നമ്മളെ ഒന്നാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവും പിതാവായ ദൈവവും മനുഷ്യനെയും തമ്മിൽ അകറ്റിയിരുന്ന പാപത്തെ യേശു ക്രിസ്തു എന്ന ദൈവം, ആമേൻ, എന്ത് ചെയ്തു? പിതാവിനെയും മനുഷ്യനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന പാലമായിരുന്നതുപോലെ. അതുകൊണ്ടാണ് യേശു അവിടുത്തെ പൗരോഹിത്യ പ്രാർത്ഥനയിൽ പറയുന്നു, പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ദൈവസഭയോട് പറയാം, ആത്മാവിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട ദൈവിക ബന്ധം ശരിയാകുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾക്ക് ഇരിക്കാൻ ഇടമില്ലാത്ത നിലയിൽ ജനം ഒന്നിച്ചു നിൽക്കട്ടെ. ഇന്ന് രാത്രി രക്തത്താൽ ജയമെടുക്കുന്നു. ഒരു ചെയർ വിട്ടിരിക്കുന്നതിനെയോ അടുത്തിരിക്കുന്നതിനോ അല്ല, നിങ്ങളുടെ ബന്ധം അത്ര ദൃഢമായി തീരേണ്ടതിന് യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ! എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? ഈ രാത്രി ആ ബന്ധത്തെക്കുറിച്ച്, ആമേൻ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, കാറ്റ് കയറാത്ത, ആമേൻ, ചെതുമ്പലുകൾ ഒട്ടി നിൽക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത്, ആമേൻ, ഒരു തരത്തിലുമുള്ള വിള്ളലിന്, പിശാചിന് ഇടം കൊടുക്കാതെ ആത്മാവിൽ ഇന്ന് രാത്രി അതിനോട് പൊരുതി ജയിക്കാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്ന യുവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അനുഗ്രഹം വെളിപ്പെടുന്ന ഇടം അവിടെയാണ്, ശാശ്വതമായ ജീവൻ വെളിപ്പെടുന്നത് അവിടെയാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് അവിടെയാണ്, ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത് അവിടെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവമക്കൾക്കായി ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നെ ദർശിപ്പിക്കുന്നത്, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഉലാവുന്നുണ്ട്. നിങ്ങളിൽ ആരൊക്കെയോ ഇവിടെ വന്നതുകൊണ്ട് മാത്രമല്ല, ദൈവത്തിന് ഇവിടെ സ്ഥിരമായി ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ദൈവം നിരന്തരമായി നൽകി വരുന്ന ദൈവകൃപയുടെ ചലനം തന്നെയാണ്. പക്ഷെ അത് ഇന്ന് രാത്രി നിങ്ങളിലേക്ക് വെളിപ്പെട്ടു വരാൻ, അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ, വിടുതൽ 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 യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സ്വർഗത്തിലെ ബന്ധങ്ങൾ ശരിയാകുന്നതിന് മുമ്പ് ആദ്യം ഇവിടുത്തെ ബന്ധമൊന്ന് ശരിയാകട്ടെ. കുടുംബത്തിനകത്തുള്ള വ്യാപരിക്കുന്ന അരസതയുടെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമസഭയ്ക്കകത്തും ഏറ്റവും വലിയ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആമേൻ, സഹോദരൻ എന്ന പദം വളരെ ഷാർപ്പാക്കി, കുറെ കൂടെ മിനുസമാക്കിയാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ്. വേറെ ഏത് ബന്ധത്തിലൂടെയും ദൈവമക്കളെ പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റില്ല എന്നറിയാവുന്ന ദൈവം കേട്ടോ. യേശു പുതിയ നിയമസഭയിലേക്ക് വെളിപ്പാട് കൊടുക്കുമ്പോഴത്തേക്ക് പറയുന്നത്, ആമേൻ, അതുകൊണ്ടാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് എപ്പോഴും ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ കൈമാറുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ദൈവസഭ ഇന്ന് പലയിടത്തും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? രൂബേൻ എന്ന കല്ല്, ശിമിയോൻ എന്ന കല്ല്, ലേവി എന്ന കല്ല്, നഫ്താലി എന്ന കല്ല്, ബെന്യാമിൻ എന്ന കല്ല്, ആശേർ എന്ന കല്ല്, ജോസഫ് എന്ന കല്ല്, യഹൂദ എന്ന കല്ല് എവിടെയൊക്കെയോ ആമേൻ യോജിച്ചു വരാതെ കിടക്കുന്നത് കൊണ്ട് സാത്താൻ പല മേഖലകളിൽ അവൻ്റെ പ്രവൃത്തി സജീവമായി ചെയ്യുമ്പോൾ, ഏലിയാവ് കർമ്മേലിൻ്റെ മുകളിൽ ഇറങ്ങി വന്നത്, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഏലിയാവ് കീറിയടക്കിയ ആമേൻ ഇറച്ചിക്കഷ്ണങ്ങളുടെ മഹത്വമല്ല. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം ആമേൻ ഈ കല്ലുകൾ ക്രമപ്പെട്ടപ്പോൾ ആമേൻ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി
തീ കൊണ്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവത്തെ അടുത്തറിഞ്ഞിട്ടുള്ള ദൈവമക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതൊരു ഭാഷാപ്രയോഗം കൊണ്ടോ പ്രസംഗത്തിൻ്റെ ചാതുര്യത്തിലോ നിങ്ങൾക്കാർക്കും മനസ്സിലായതല്ല. പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഏകരായി തിരുമുൻപാകെ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരോടെ ഇരുന്നപ്പോഴെല്ലാം അവിടെ നിന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി, തേജസ്സിൻ്റെ മഹത്വമുള്ളവനായി, ഒരു സാധാരണ തീയിൽ തൊട്ടാൽ കൈകൊള്ളുന്നത് പോലെ യേശുവിനെ തൊട്ടറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രിനകത്ത് ഇരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു ഇന്ന് രാത്രി. ഗ്ലോറി 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 ഗ്ലോറി. വിടുതലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വിടുതലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഈ രാത്രി യേശുവിനെ അടുത്തറിഞ്ഞ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിങ്ങളുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ, അപ്പോസ്തലൻ എന്നുള്ളത് രണ്ടാമതാണ് യോഹന്നാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇതല്ലേ ഏറ്റവും വലിയ അപ്പോസ്തലനായ യോഹന്നാൻ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമറിഞ്ഞ ഒരു മനുഷ്യൻ. സ്തോത്രം ചെയ്യാമോ? ഇതൊന്നുമല്ല തന്നെ ദൈവസഭയോട് ചേർത്ത് നിർത്തിയത് നിങ്ങളുടെ സഹോദരൻ എന്ന ബന്ധമാണ്. ഇതിലപ്പുറം ഒരു ബന്ധത്തിനും ആയുസില്ല എന്ന് എത്ര പേർക്കറിയാം? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ജഡപ്രകാരം ഞാൻ ക്രിസ്തുവിനെ ഇനി അറിയുന്നില്ല. അവിടെ പോലും പൗലോസ് കൃത്യമായി പറയുന്ന ആത്മാവിലല്ലാതെ ഞാൻ യേശുവിനെ അറിയുന്നില്ല. അഥവാ അറിഞ്ഞാൽ യേശുവിനോടുള്ള ഭക്തിയുടെ ഊർജ്ജത കുറയാൻ സാധ്യതയുണ്ട്. കാരണം അവനും യഹൂദനാണ്, ഞാനും യഹൂദനാണ്. പറഞ്ഞു വരുമ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ ഒരു അടുത്ത അകന്ന ബന്ധുവായി യേശു വന്നേക്കാം. അങ്ങനൊരു ബന്ധത്തിൽ എനിക്ക് യേശുവിനെ അറിയില്ല. ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിനെ ആത്മാവിലെ അറിയത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുന്നു? ഈ രാത്രി ബന്ധം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ, അഭിഷക്തന്മാരുടെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നു ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ അകത്ത് കയറി. ഓ ഹല്ലേലൂയ. 3 വട്ടം തള്ളിപ്പറഞ്ഞ് ഒരളവി പറഞ്ഞ ജനത്തിന്റെ ഇടയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് തള്ളപ്പെടാൻ സാധ്യതയുള്ളവനെ ഇതാ ഗെനസരേത്ത് തടാകത്തിന്റെ അടുക്കൽ വെച്ച് തിരിച്ചു പിടിച്ച് അവനെ ഹല്ലേലൂയ മർക്കോസിന്റെ മാളികമറിൽ കൊണ്ടിരുത്തി അഭിഷേകത്തിന്റെ ശക്തി അകത്ത് നൽകി ഒന്നാക്കിയിട്ട് 11 പേരോടുകൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ദൈവം ഇന്ന് രാത്രി അഭിഷക്തന്മാരുടെ കൈകളിലേക്ക് ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ഡിക്ലർ ചെയ്യുന്നു. ദൂത മാത്രമല്ല, ദൈവാത്മാ ഡിക്ലർ ചെയ്യുന്ന ഒരു ദൂത നിങ്ങളെ കൊണ്ട് ദൈവം വലിയവ ചെയ്യിക്കാൻ, നിങ്ങളുടെ കയ്യിൽ രോഗശാന്തിയുടെ അനായാസേനെ ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ദേശത്തുനിന്ന് പറഞ്ഞു വിടുന്ന ശുശ്രൂഷ അനായാസേന ചെയ്യുന്ന ഒരു അഭിഷേകം ഈ വിലപ്പെട്ട രാത്രി ഇതിനകത്ത് വെളിപ്പെടുകയാ. സ്തോത്രം ചെയ്യുന്നു. ജീസസ്. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിൻ്റെ സഭയ്ക്ക് ധാരാളം പരിമിതികളുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ശീതീകരിച്ച ആലയങ്ങളോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും 1-ാം നൂറ്റാണ്ടിലെ സഭയിലില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ രോഗശാന്തിയും ആത്മാവിൻ്റെ ദൈവപ്രവൃത്തി ഒന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു ഗൂഗിൾ യൂട്യൂബ് ചാനലും ഇടേണ്ടി വന്നില്ല. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? അവിടെ വെളിപ്പെട്ട ദൈവപ്രവർത്തിയുടെ ചലനങ്ങൾ അടുത്ത ഗ്രാമത്തിൽ അത് തുടർ ചലനങ്ങളായി വ്യാപരിച്ചു. സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിങ്ങൾ പാർക്കുന്ന വീട്ടിനടുത്ത് നിങ്ങൾ തൊടാതെ തന്നെ, നിങ്ങൾ സംസാരിക്കാതെ തന്നെ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇന്ന് രാത്രി അവരെ കൂടെ ദൈവകൃപയിൽ നേടുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൊണ്ടുവരികയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ എന്താണെന്നറിയാമോ? സഹോദരന്മാരുടെ ഇടയിലൊരു അഭിഷേകം, ഒരു അവകാശം നമുക്കുണ്ട്. അതാണ് നീതിമാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവകാശം. ഹല്ലേലൂയ.
2 വാക്യങ്ങൾ ഞാൻ ചേർത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് പരമാവധി ഈ ഭാഗത്തെ അധികം വിശദീകരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണെന്നാലും കഴിയുന്നിടത്തോളം ഞാൻ നിജപ്പെടുത്തി 3-ാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 2 വാക്യങ്ങൾ. യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യവും മറ്റൊരാൾ സംഖ്യാപുസ്തകം 27-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യവും വായിക്കാം. യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടി അവർക്ക് അവകാശം കൊടുത്തു. കണ്ടോ, അവരുടെ സഹോദരന്മാരോടുകൂടെ എന്തോ കൊടുത്തു? അവകാശം കൊടുത്തു. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരൻ എന്ന് പറയുന്ന ബന്ധം, സഹോദരന്മാർ എന്ന് പറയുന്ന ബന്ധം ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ്. നമുക്കറിയാം, വളരെ പ്രായം ചെന്നവരായാലും അവിടെ സഹോദരങ്ങളെ ദീർഘകാലത്തിന് ശേഷം കാണുന്നു എന്ന് കേൾക്കുന്നത്, വരുന്നു എന്ന് കേൾക്കുന്നത്, അവരോട് സംസാരിക്കുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷകരമായ കാര്യമായി കാണുന്ന എത്ര ആളുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്രം. ചില ആളുകൾ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെ നേടാൻ, അവരോടൊപ്പം അവരെ കർത്താവിന് വേണ്ടി നേടുന്നതും അവരെ കർത്താവിനെ സേവിക്കുന്നതും നിങ്ങളോടുകൂടെ ആത്മീയ അവകാശം പങ്കിടുന്നതിലും സന്തോഷമുള്ള എത്ര ആളുകളുണ്ട്? സ്തോത്രം പറയാവോ? സന്തോഷമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വലിയ സമൂഹം വിശ്വാസത്തിൽ വരുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ദൈവം അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജനത്തിൻ്റെ ഇടയിൽ കർത്താവ് ചെയ്യുമെന്ന് ബോധ്യമുള്ള എത്ര ആളുകൾ ഈ രാത്രി ഇതിനകത്തിരിപ്പുണ്ട്? ഈ അടുത്ത കാലത്തൊരു കൊച്ചൻ ഒരു ചർച്ചിൽ വലിയ യോഗം നടന്നു. യോഗത്തിൽ ദൈവാസം പ്രസംഗിച്ചത്, അനേക ആത്മാക്കൾ കർത്താവ് ഇവിടെ തരും, നിങ്ങൾക്ക് ഇടം പോരാതെ വരും എന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. ആ കൊച്ചൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പെട്ടെന്ന് മൗനിയായി. വീട്ടിൽ ചെന്നപ്പോഴും ആഹാരം കഴിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. അവസാനം പറഞ്ഞു, നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് പാസ്റ്റർ പറഞ്ഞ എന്തുവാ പറഞ്ഞേ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എനിക്കെല്ലാം ഓർമ്മയില്ല. അപ്പോൾ പറഞ്ഞു, ഇന്ന് ഒത്തിരി ആളുകൾ പള്ളി വരുമെന്ന് പറഞ്ഞില്ലേ? ആളുകൾക്ക് ഇടം പോരാതെ, ആളുകൾക്ക് സ്ഥലം കിട്ടത്തില്ല, വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ ഇടം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, പിന്നെ ഞാൻ എവിടെ ഇരിക്കും? ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ വന്നത് ഇന്നത്തെ ആധുനിക പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു പരസ്യമാക്കാത്ത രഹസ്യ സ്വഭാവമാണ്. സ്തോത്രം പറയാം. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇടം ഇല്ലെങ്കിലും നിങ്ങളിരിക്കുന്നിടത്ത് ഒരു 100 പേര് ഇരിക്കട്ടെ എന്ന് സ്തോത്രത്തോടെ കർത്താവിന് വേണ്ടി കർത്താവിന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഒരു മിഷൻ ഓറിയനുണ്ട്? ഹൃദയത്തിൽ ആത്മഭാരമുള്ള എത്ര ദൈവമക്കളുണ്ട്? അന്നവിചാരം മുന്നവിചാരം എന്നതിനേക്കാൾ മുകളിൽ ആത്മഭാരം തിങ്ങി നിറയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരാളുകളെ കർത്താവിന് വേണ്ടി നേടാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ അവരെ ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. നമുക്ക് സംഖ്യാപുസ്തകം 27 നമ്മുടെ സജീവമായ ചിന്തയെ കൊണ്ടുവരാം. സംഖ്യാപുസ്തകം 27 നമുക്കറിയാം. അവിടെ 27:4 ഞങ്ങളുടെ അപ്പന് മകനില്ലായ്ക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്നും ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരണം. അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. ഇത് ആരാ പറഞ്ഞെന്നറിയോ? ആമേൻ. സെലോഫഗാദിന്റെ പുത്രിമാർ. 1 മുതൽ 1 വേഗത്തിൽ ഒന്ന് വായിച്ചു വിടാമോ? അനന്തരം യോസേഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ. ഒന്ന് നിർത്തണേ. യോസഫിനെ കുറിച്ച് പറയാതെ യോസഫിന്റെ മകനെ കുറിച്ച് പറയുന്നത് എളുപ്പമല്ല. യോസഫ് ആരാണ്? സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. യോസഫ് കണ്ട ദർശനം വ്യാഖ്യാനിക്കാൻ വേറെ ഒരു സ്ഥലത്തും പോയില്ല. സഹോദരന്മാർ വ്യാഖ്യാനിച്ചു കൊടുത്തു. യോസഫ് കണ്ട ദർശനം അപ്പൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. സഹോദരന്മാർ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ആമേൻ. ദൈവത്തിന് ചുവടറുത്തിട്ടിരിക്കുന്ന കറ്റയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നു. ചുവടറുത്ത് കറ്റയാക്കി അറുത്ത് കഴിഞ്ഞാൽ അത് ചായ്ഞ്ഞു കിടക്കുന്ന കറ്റയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നെന്ന് പറഞ്ഞപ്പോഴേ സഹോദരന്മാർ പറഞ്ഞു, എഴുന്നേറ്റെങ്കിൽ അത് നീ ആയിരിക്കും. സ്തോത്രം പറയാവോ?
എഴുന്നേറ്റെങ്കിൽ അത് നീയായിരിക്കും. തല ഉയർത്തിയെന്ന് പറഞ്ഞെങ്കിൽ അത് നിന്നെ കുറിച്ചായിരിക്കും. ഇന്ന് രാത്രി ഇവിടെ ഒരു വെളിപ്പാട് പറയുമ്പോഴേ അറിയാൻ ചിലർക്ക്. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നീ വ്യാഖ്യാനിക്കാൻ നീ ഒരു ഗ്രന്ഥവും പോണ്ട. നിന്റെ പ്രതിയോഗി തന്നെ ചിലപ്പോൾ വ്യാഖ്യാനിച്ചു തരും. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? അത് യോസേഫിനെ കുറിച്ചായിരിക്കും. സൂര്യനും ചന്ദ്രനും കൂടെ എന്നെ നമസ്കരിക്കുന്നു എന്ന് കേട്ടപ്പോ അപ്പൻ പറഞ്ഞു, ഞാനും നിന്റെ അമ്മയും കൂടെ നിന്നെ നമസ്കരിക്കുമെന്നാണോ പറഞ്ഞത്? അങ്ങനെ യോസഫ് പറഞ്ഞതേ ഇല്ല. യോസഫിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആരാപ്പാ ഈ സൂര്യൻ, ആരാ ഈ ചന്ദ്രൻ, ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്, ഇത് എവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ വീട്ടിലത് ക്ലിയറായി. കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും യോസഫിനെ ദൈവം അത്ഭുതകരമായി നടത്തി. പൊട്ടക്കിണറും അവന് നേരെ വന്ന പ്രതിസന്ധികളൊന്നും ഒരു പ്രതികാരദാഹിയാക്കിയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ അവന് മിസ്രൈമിൽ നേരത്തെ അയച്ചതാ. ഇന്ന് രാത്രി ജീവിതത്തിൽ ശോധന അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യപരിപാടി ഈ പ്രാർത്ഥനയുടെ തീരുന്നതിന് മുമ്പ്, ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദാസന്മാർ ആശീർവാദം പറയുന്നതിന് മുമ്പ്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവാത്മാ പുറത്തെടുക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാത്രി ചില പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഇതെന്താ കാരണം കർത്താവേ? ശോധനയാണോ? പിശാച് എനിക്കെതിരെ ഒരുക്കിയതാണോ? ഒന്നുമല്ല കേട്ടോ, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ ചില നാളുകളായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. പ്രാർത്ഥിച്ചിട്ടൊരു മൂവ്മെന്റ് ഇല്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് ചിലത് മുറിച്ചു കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ കാര്യപരിപാടി ഇന്ന് രാത്രി ഉരുത്തിരിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൈ ഉയർത്തിയ നിന്റെ കൈയിലോട്ട് ചേർത്ത് പിടിക്കുകയാണ്. യേശുവേ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ കാര്യപരിപാടിപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഉരുത്തിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, യോസഫിനെ കർത്താവ് അത്യത്ഭുതകരമായിട്ടാണ് മിസ്രൈമിൽ എത്തിച്ചത്. യോസഫിന് ഓഹരി ഇരട്ടിയാണ്. ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? യോസഫ് സഹിച്ച പ്രതിസന്ധിക്ക് ദൈവം കൊടുത്ത ബോണസാണ്. ചിലരധികം കർത്താവിൽ നിന്ന് നേടി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയാൻ നിൽക്കരുത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുന്നു? ചിലർ അധികം ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ കുറ്റം പറയരുത്. ചിലർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയരുത്, എനിക്കില്ലാത്തതും വേറൊരാളിനുണ്ടെങ്കിൽ അത് ഭൂതമാക്കി കളയരുത്. കർത്താവ് ചിലരെ അസാധാരണമായ നിലയിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം അവർ കടന്നുപോയത് പ്രതിസന്ധിയുടെ ചൂളയ്ക്കകത്തുകൂടാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ഈ പാത്രത്തിന് കളർ മാറിയത് തീയാണ് അതിന് കളർ കൊടുത്തത്. ഉപയോഗിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില വാക്കുകൾ, ചില അധരങ്ങൾ വാളുകളായി, ചില അധരങ്ങൾ പിളർന്ന നാവ് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ ഒരുക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. കൃപയാൽ, കൃപയാ, കൃപ, 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 കൃപ. സ്തോത്രം. ഇനി ഞാൻ 27-ാം അധ്യായത്തിൽ നിന്ന് ആകെ പറയാൻ പോകുന്നത് 4-5 വെളിപ്പാടുകൾ മാത്രമേ, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ട കുറേ വെളിപ്പാടുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഈ 27-ാം അധ്യായത്തിൽ നിന്ന് യോസഫിൻ്റെ മകൻ, അടുത്ത് വായിക്കാമോ? മനശ്ശയുടെ കുടുംബങ്ങളിൽ മനശ്ശയുടെ മകനായ മാഖീരിന്റെ മകൻ, ഗിലെയാദിന്റെ മകൻ, ഹേഫറിന്റെ മകൻ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തു വന്നു. മതി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യോഗം ഒരു അസാധാരണമായ യോഗമാണ്.
ഈ സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ നടക്കുന്ന ഇസ്രായേലിൻ്റെ ഒരാണ്ടത്തെ മഹായോഗങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പൊതുസഭായോഗമാണ് ഈ 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വളരെ വലിയ സഭായോഗമാണ് നമ്മുടെ ഇടയിലുള്ള പൊതുസഭായോഗം. PMG എന്ന് പറയുന്ന മഹത്വമായ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ ദൈവമക്കളും കൂടെ കൂടിയൊരു പൊതുസഭായോഗം എന്ന് പറഞ്ഞാൽ ഈ ഇടം നിങ്ങൾക്ക് തികയാത്തതുപോലെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കുക. എല്ലാവരും കൂടെ വന്നാൽ ഈ നെഹ്റു സ്റ്റേഡിയം അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് സ്റ്റേഡിയമോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംവിധാനമോ ചന്ദ്രശേഖരൻ നിങ്ങളതൊരു സർക്കിളാക്കിയിട്ട് അതൊരു എത്ര കിലോമീറ്റർ വരണമെന്ന്, എത്ര ഏരിയ വരുമെന്ന് നിങ്ങൾ എഞ്ചിനീയേഴ്സിന് സ്വാഭാവികമായി ക്ലിക്കാവും. പക്ഷേ ഇസ്രായേലിൻ്റെ സഭായോഗത്തിന് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ പെന്തിക്കോസുകാരായ ദൈവമക്കളും കൂടെ കൂടിയാലൊന്നും എത്താൻ പറ്റാത്ത ഒരു വലിയ സമൂഹമുള്ള ഒരു മഹാസഭായോഗം. ആ യോഗം പ്രധാന യോഗമെന്ന് പറയാൻ കാരണമുണ്ട്. ആ യോഗത്തിൽ ആമേൻ ദൈവത്തിൻ്റെ മനുഷ്യനായ മോശയുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ മോശ ഈ ഭൂമിയിൽ വെച്ച് കൂടി അവസാനത്തെ സഭായോഗം. പേടി തോന്നുന്ന എത്ര പേരുണ്ട്? ലാസ്റ്റ് സഭായോഗം. തെളിവ് അതേ അധ്യായത്തിൻ്റെ 2ാമത്തെ പാരഗ്രാഫ്. അനന്തരം 12 വാക്യമാണ്. 12. വായിച്ചു നോക്കിയേ. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് ശ്രദ്ധിക്കുക. മോശ ജീവിച്ച 120 വർഷം, ഇസ്രായേൽ ജനത്തെ നയിച്ച 40 ആണ്ട്, മഹനീയമായ 40 ആണ്ടിനൊടുവിൽ ദൈവം മോശയെ വാഗ്ദത്ത ദേശം കണ്ണുകൊണ്ട് കാണാൻ ദൈവം മുഖാന്തരം ഒരുക്കിയ അനന്തരം ഈ ദൈവ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് എടുക്കുകയാണ്. മോശ ദൈവത്തോട് വളരെ ഹമ്പിളായി റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞാണ് ഈ ജനം എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ദൈവം പറഞ്ഞു, കുഞ്ഞെ അങ്ങനല്ല, എന്നെ കണ്ടുകൊണ്ട് ഇറങ്ങിയ ജനം, നിന്നോടൊപ്പം വന്ന ജനം, നീ അവിടെ എത്തിയില്ലെന്ന് പറഞ്ഞ് ഇവർക്ക് സങ്കടം തോന്നത്തില്ല, നീ ദേശം കണ്ടേച്ചു പോ. മഹനീയമായ ഒരു ചിത്രം. എത്ര പേർക്ക് അതുകൊണ്ടാണ് മോശ ദൈവത്തെ അടുത്തറിഞ്ഞു, ദൈവം മോശയെ അടുത്തറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് അടുത്ത് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നോ എനിക്ക് മനസ്സിലാകണമെന്നൊന്നുമില്ല. അതൊക്കെ കുറേ കൂടെ വിശാലമായ ആത്മീയ തലത്തിന് ആഴത്തിലുള്ള കാര്യമാണ്. ആമേൻ. ആ മോശ ദൈവമുമ്പാകെ ഇസ്രായേൽ ജനത്തിനോടൊപ്പമുള്ള അവസാനത്തെ പൊതുയോഗം. ആ പൊതുയോഗത്തിന് ശരാശരിയുള്ള ആളുകളുടെ എണ്ണം 45 ലക്ഷത്തിന് അടുത്തുള്ള ആളുകൾ ആ യോഗത്തിനുണ്ട്. ആരൊക്കെ ആ യോഗത്തിനുണ്ടായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൻ്റെ ബാക്കി ഭാഗം. അവന്റെ പുത്രിമാർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത്. ഇത്രയും ജനത്തിന്റെ മുമ്പാകെ വന്നു. അപ്പൊ ആ യോഗത്തിന് ആരൊക്കെയുണ്ട്? മോശ ഉണ്ട്. മോശയുടെ സഹോദരനായ അഹരോൻ അവിടെ ഇല്ല. അതിന് മുന്നേ അഹരോൻ പോയി. അഹരോന്റെ മകൻ അവിടെയുണ്ട്, മഹാപുരോഹിതൻ. എലയാസർ അവിടെയുണ്ട്. മഹാപുരോഹിതൻ മാത്രമല്ല, വലിയ ഭൂപ്പന്മാരുണ്ട്, സർവ്വസഭയുമുണ്ട്, പ്രസിഡേഴ്സ്, സകല ഓവർസിയർമാരും അവിടെയുള്ള യോഗം. ആ മഹായോഗത്തിന്റെ ഒടുവിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ ദൈവ മനുഷ്യൻ ദൈവസന്നിധി പോകുന്നു. അതാകെ അറിയാവുന്ന ദൈവത്തിനേ ഉള്ളൂ, അല്ലേ? ഒരു മനുഷ്യന്റെ മരണസമയം കൃത്യമായിട്ട് അറിയാവുന്ന ആരാ? ദൈവത്തിന് മാത്രമേ അറിയൂ. വേറെ ആർക്കെങ്കിലും അറിയോ? എന്താ നിങ്ങളൊന്നും ഉണ്ടാത്തത്? 2 മണിക്കൂറൊന്നും കൂടെ പറഞ്ഞ ശേഷം 25 വർഷം കഴിഞ്ഞവരുണ്ട് ഇതിനകത്ത്. ഞാനിന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാവുന്ന മർമ്മം. മഹ്ളയും നോവയും ഹൊഗ്ലയും മിൽക്കയും തിർസയും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു രാത്രി ദൈവമുമ്പാകെ പൊട്ടിക്കരയുമ്പോൾ സ്വർഗം അവിടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങിച്ചെന്നിട്ട് ദൈവം പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറയാം. നാളെ ഒരു യോഗം നടക്കുന്നുണ്ട്, മഹായോഗത്തിൻ്റെ മുമ്പിലെത്തണം നിങ്ങൾ.
ചെന്നിട്ട് ആ യോഗത്തിൽ നിങ്ങളൊരു ടെസ്റ്റ് മണി പറയണം. പറയുന്ന ടെസ്റ്റ് മണി നിങ്ങൾക്ക് കല്ലേറ് വിളിച്ചു തരാൻ സാധ്യതയുള്ള ഒരു ടെസ്റ്റ് മണിയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ വിഷയം അവിടെ വച്ച് തീർപ്പാക്കും. ഉദാരാധനയാ. കരമേർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ചിലരുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ തീർപ്പാക്കാനാ ദൈവം ചില യോഗം വിളിച്ചു കൂട്ടുന്നത്. ഉദാരാധനയ. ചില ഭവനയോഹം ദൈവം വിളിച്ചു കൂട്ടുന്നത് എന്തിനാണെന്നറിയാമോ? ചില വിഷയത്തിന് ദൈവം തീർപ്പാക്കാനാ. നിർഭാഗ്യവശാൽ നീ അവിടെ ആബ്സെന്റ് ആണെന്നുള്ളതാ പ്രശ്നം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിന്റെ ആയുസ്സിൽ മനഃപൂർവ്വമായി ഒരു യോഗം മുടക്കാതെ അവന്റെ പാദപീഠത്തിൽ ഓടി വരാമെങ്കിൽ ആമേൻ. ഹന്ന എന്ന പ്രവാചകിക്ക് ദൈവത്തിന്റെ ദർശനം ലഭിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആ പുരോഹിതൻ ദൈവത്തെ യേശുവിനെ കാണാതെ നിത്യതയെ പോകത്തില്ലെന്നുള്ള വെളിപ്പാട് കിട്ടിയതുപോലെ ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമയങ്ങളാണത്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി മോശ മരിക്കുന്ന വിവരം ദൈവത്തിനെ അറിയുള്ളൂ. ആ യോഗം പൊതുയോഗമാണ്, ഒടുവിലത്തെ യോഗമാണ് എന്നറിയാവുന്ന ദൈവം ഈ രഹസ്യം ഈ പിള്ളാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. ഒരു മനുഷ്യൻ നിയമം എഴുതിയ നിയമദാതാവ്, നിയമം ഉണ്ടാക്കിയ ആൾ ജീവിച്ചിരിക്കുമ്പോൾ ആ നിയമം പ്രാബല്യത്തിൽ വരാത്തതുപോലെ മരിച്ചു കഴിഞ്ഞാൽ അവൻ നിയമം പ്രാബല്യത്തിൽ വരും. പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിയമം എഴുതിയ നിയമജ്ഞൻ ജീവിച്ചിരിക്കുന്ന ഒടുവിലത്തെ യോഗത്തിൽ കാര്യം തീർപ്പാക്കാൻ പ്രാർത്ഥിച്ച ദൈവജനത്തിന് വേണ്ടി അന്ന് രാത്രി ദൈവം തന്നെ പറഞ്ഞു കൊടുത്ത കാര്യം തിരുത്തി. എന്താ തിരുത്തിയെന്നറിയോ? ഒരുത്തൻ ആ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സ്വത്ത് പെൺമക്കൾക്ക് കൊടുക്കരുത്. ആമേൻ. അതവൻ്റെ സഹോദരങ്ങൾക്കായിരിക്കണമെന്ന് മോശ വെറുതെ ഉണ്ടാക്കിയെടുത്തതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു കൊടുത്തത് എഴുതി. ഒരുത്തൻ ആ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സ്വത്ത് പെൺമക്കൾക്ക് കൊടുക്കരുത്. ആ മക്കളില്ലെങ്കിൽ ആമേൻ ആ സ്വത്തിൻ്റെ ഉടമസ്ഥൻ്റെ സഹോദരന്മാർക്ക് ആ സ്വത്ത് വിഭജിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞെഴുതിയ ആമേൻ ആ നിയമം കഠിനമായി ആമേൻ ഭരിച്ചത്, കഠിനമായി സ്വാധീനിച്ച മഹളയും നോവയും ഹൊഗ്ലയും മിൽക്കയും തുർസവ എന്ന് പറയുന്ന ഒരപ്പന്റെ 5 പെമ്പിള്ളാര് ആമേൻ ആഷ്ടിക്ക് വകയില്ലാതെ എത്തിപ്പിടിക്കേണ്ട വാക്തത്വങ്ങൾ ധാരാളം കിടപ്പുണ്ട്. യോസഫിന്റെ മക്കളാ. പക്ഷെ ഒന്നും കൈകൊണ്ട് തൊടാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? പെണ്ണായി സ്ത്രീയായി ജനിച്ചത് കൊണ്ട് ഒന്നിനും സാധ്യതയില്ലെന്ന് പറഞ്ഞ് ആമേ സമൂഹം വിലക്ക് കൽപ്പിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ രാത്രിയിൽ സ്വർഗം പറഞ്ഞൊരു കാര്യമാ. നീ ആ യോഗത്തിന് നേരത്തെ ചെന്ന് മുമ്പ് നിന്നൊരു സാക്ഷ്യം പറ. ഞാൻ മോശയെ ഇളക്കിക്കൊണ്ട് പ്രാർത്ഥനാ മുറി തിരിച്ചു കയറ്റി അവനെ കൊണ്ട് ഞാനത് തിരിച്ചു പറയിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. എഴുതിയ മോശയെ കൊണ്ട് പ്രമാണം തിരുത്തി എഴുതിച്ച് ദൈവം ഒരുക്കി വെച്ച വ്യവസ്ഥയുടെ ബലം ബന്ധമാണ് സഹോദരങ്ങളുടെ ഇടയിലുള്ള അവകാശം. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ഇരുട്ടിൻ്റെ ആഗ്രഹങ്ങളെ ഈ രാത്രി ദൈവാത്മ നിർവീര്യമാക്കുകയാണ്. അന്ധകാരത്തിൻ്റെ താല്പര്യങ്ങൾ ദൈവാത്മ നിർവീര്യമാക്കുകയാണ്. ഇരുട്ടിൻ്റെ ആഗ്രഹങ്ങൾ ഇന്ന് രാത്രി നിന്നെ എല്ലാ നിലയിലും അസ്ഥിരപ്പെടുത്താനാ, എല്ലാ നിലയിലും നിന്നെ ഒറ്റപ്പെടുത്താനാ, ഒന്നുമില്ലാത്തവരായി നിന്നെ തീർക്കാൻ പിശാചിന് പ്ലാനുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിൽ ശരണപ്പെടട്ടെ. സ്തോത്രം. ശ്രദ്ധിക്കേ, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ പിള്ളേർ എവിടെ എത്തിയെന്നാ? മുമ്പിലെത്തിയെന്നല്ലേ അവിടെ വായിച്ചത്? എവിടെ എത്തി?
മോശയുടെ മുമ്പിലെത്തി. അവരുടെ അപ്പനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അവരുടെ അപ്പനെക്കുറിച്ചൊരു ടെസ്റ്റ് മണി അവരാദ്യം പറയുന്നുണ്ട്. കണ്ടോ, അവർ മുമ്പിലെത്തി. ഈ 10-40 ലക്ഷം ജനത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരണമെങ്കിൽ അവരെന്തോരം നേരത്തെ ഇറങ്ങിക്കാടും അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എവിടാ? മോശയുണ്ട്, എലിയാസർ എന്ന മഹാപുരോഹിതനുണ്ട്, ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരുണ്ട്. അവരാ നിരയിൽ ഫ്രണ്ട് പോഡിയം അല്ലെങ്കിൽ ആ സ്റ്റേജ് കവർ ചെയ്ത് വലിയൊരു കൂട്ടം നിൽക്കുക. അവരുടെ ഏറ്റവും ഫ്രണ്ടിൽ ആര് വന്നു? ഈ 5 പിള്ളേർ വന്നു. കണ്ടോ, ഇന്നലെ അവരെ എല്ലാ യോഗത്തിനും എവിടായിരുന്നു? ഈ ഏറ്റവും പറയുന്ന ഈ 5 പിള്ളേരല്ലയോ? ഇവരെ എത്തി നോക്കുക. മോശയെ കണ്ടത് ആദ്യം ഈ തേജസ്സും ആ മഹത്വത്തോടെ കണ്ടത് ഈ പിള്ളേർ ഇന്നാ. കേട്ടോ, മുമ്പ് വരണമെങ്കിൽ നേരത്തെ ഇറങ്ങണം. നമ്മൾ പിന്നെ നേരത്തെ ഇറങ്ങിയല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കറിയാം എപ്പോൾ വന്നാലും ഈ സ്ഥലം കിട്ടുമോ. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 9 മണിക്ക് നിങ്ങളുടെ PMGയുടെ ചർച്ചിലെ സഭായോഗം തുടങ്ങുമ്പോൾ 8:50 ആകുമ്പോൾ ഈ ഹോള് ഫുള്ളായിട്ട് പിള്ളേർ വരെ MA വർഗീസ് സാറിന് പോലും ഈ സീറ്റിന് മാത്രമുള്ള സ്പേസ് ഇട്ടിട്ട് മൊത്തം ആളിരിക്കുക. 8:50 നിങ്ങൾ നേരത്തെ വരും. സത്യസന്ധമായി പറഞ്ഞാൽ നേരത്തെ വരും. എന്താ നിങ്ങളും മിണ്ടാത്തെ? എന്താ കാര്യം? 12 മണി വരെ വെയിൽ കൊള്ളാൻ മടിച്ചേച്ച് നേരത്തെ വരും. സ്തോത്രം പറയാം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ദൈവം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മളെ സകലത്തിനെയും നേരത്തെ ഇറക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ വളരെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ വെറുതെ പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല. നിങ്ങളുടെ സഭയെ അസാധാരണമായ നിലയിൽ ദൈവത്തിനും ബിൽഡ് ചെയ്യാൻ പ്ലാനുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യാം. കത്തോലിക്ക സമുദായം പറയുന്നത് പത്രോസിൻ്റെ കയ്യിൽ മാത്രമേ താക്കോല് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ തുറന്നാലേ പറ്റത്തുള്ളൂ. അല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സ്വർഗത്തിലെ താക്കോൽ ദൈവം നിനക്കും തന്നിട്ടുണ്ട്. സ്തോത്രം പറയാമോ? ഈ താക്കോൽ ചിലപ്പോൾ നിന്റെ കൈയായിരിക്കാം. നീ തൊട്ടാൽ ഇന്ന് രാത്രി തുറക്കാത്തത് തുറക്കും. നിന്റെ കണ്ണിന്ന് രാത്രി താക്കോലായാൽ ഈ കണ്ണ് ചിലതിനെ കണ്ടാൽ അത് തുറക്കാത്തത് തുറക്കും. സ്തോത്രം ചെയ്യാമോ? ചില പിതാക്കന്മാരുണ്ട്, പഴയ അപ്പച്ചന്മാരുണ്ട്, അവിടെ ബൈബിള് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? പിശാചളവുമ്പോ ഈ ബൈബിളും കഴിക്കുന്ന കൈസത്ത് വെച്ചോണ്ട് ഒരു നിപ്പുണ്ട്. ഇത് കാണുമ്പോൾ സാത്താൻ ചലിക്കും, അനങ്ങും. ഇന്ന് രാത്രി അവിടെ താക്കോലി പുസ്തകമാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കരമുയർത്തി സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി ദൈവം ചിലത് നിന്റെ കയ്യിൽ തരുന്നതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വീടുകളിൽ പ്രാർത്ഥനയ്ക്കിടുന്ന പായാണ് നിന്റെ താക്കോൽ. പ്രാർത്ഥനയ്ക്കിടുന്ന പായുണ്ടല്ലോ, അതാ നിന്റെ താക്കോൽ. പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ചെയറുണ്ടല്ലോ, അതാണ് നിന്റെ താക്കോൽ. ഈ രാത്രി ചില കാലുകൾ അവൻ താക്കോലാക്കുകയാ, ചില കണ്ണുകൾ അവൻ താക്കോലാക്കുകയാ. തുറക്കട്ടെ, തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ശുശ്രൂഷയുടെ വഴികൾ തുറക്കട്ടെ. അധികാരമുള്ളവർ, ഈ അഭിഷക്തന്മാർ ഈ രാത്രി വെളിപ്പാടിൽ സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. Glory, 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 glory. Prauda jara vaisha manaya. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ചില കൈകളിൽ തീ പിടിക്കട്ടെ. അഭിഷേകത്തിന്റെ ഒരു ചലനം ഇന്ന് രാത്രി ഇതിനകത്ത് പ്രത്യക്ഷമായി ദൈവാത്മ പകർന്നുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മകളെ ഇറങ്ങി വന്നു. മകളെയും നോവയും ഹോഗ്ലയും മിൽക്കയും ദുർസയും
ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നു. ഇന്ന് രാത്രി ഇന്നലെ വന്നതുപോലെ അല്ല, നാളെ വരുന്നത് പോലെ അല്ല. ഇന്ന് രാത്രി നിന്റെ കൂടാരത്ത് ദൈവം നിന്നെ കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിൽ ഇരുത്തിയത് ഇന്ന് രാത്രി നിന്നെ വിടുവിച്ചയക്കാനാ. സ്വർഗം തുറക്കുന്ന രാത്രിയാകട്ടെ, സ്വർഗം തുറക്കുന്ന രാത്രിയാകട്ടെ. കർത്താവിന്റെ രാത്രി എന്നോട് വ്യക്തമായി പറയുന്നു. ഞാൻ ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ വിടുതൽ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കൾ ഇന്ന് രാത്രി ഈ യോഗത്തിൻ്റെ സമ്പത്താകയാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇടുന്ന ഇന്ന് രാത്രി സ്വർഗം നിന്റെ കയ്യിൽ തന്ന താക്കോലാണെന്ന് വിശ്വസിക്കാൻ? തലമുറകളെ നാളുകളായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ, ചീഞ്ഞു നാറുന്നത് പോലെ ശത്രു കെട്ടി നിർത്തിയിരുന്ന നിന്റെ കെട്ടഴിച്ചത് ആ പായായിരുന്നു. ഓ ഗ്ലോറി 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 ഗ്ലോറി. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ആരെയൊക്കെയോ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഇവിടെ കൂട്ടമായ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് രാത്രി നിങ്ങൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഒരു കൂട്ടമായ വിടുതൽ നിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവേ നാമത്തിൽ, യേശുവേ നാമത്തിൽ ഇന്ന് രാത്രി ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ നസറയത്തുകാരൻ്റെ നാമത്തിൽ ഇതുവരെ ചെന്നിട്ടില്ലാത്ത മേഖലകളിൽ, ഇതുവരെ നിന്നെ മുന്നേ നിരയിലേക്ക് വരാന് നീ തന്നെയാണ് നിന്റെ തടസ്സം. ഇന്ന് രാത്രി ആ തടസ്സം ദൈവാത്മാ മാറ്റിയിട്ട് മഹളെ നോവേ ഹൊഗ്ലേ മിൽക്കേ തെറിസ ഇന്ന് രാത്രി ആ മഹായോഗത്തിന്റെ മുമ്പിൽ നിന്നെ എത്തിക്കാൻ സ്തോത്രം പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും കയ്യിൽ തന്നിരിക്കുന്ന താക്കോല് കൊണ്ട് നിങ്ങളുടെ അവകാശത്തെ തുറക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്ലാന്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗത്തിലെ താക്കോൽ അവൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ താക്കോലും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കുന്നത്. ആ താക്കോലിന് ആപ്റ്റായ പൂട്ടിനകത്ത് മാത്രമേ ആ താക്കോല് കയറത്തുള്ളൂ. എത്ര പേർക്കറിയാം? താക്കോല് മാറിയാൽ ആ പൂട്ടിനകത്ത് താക്കോല് ലോക്കായി ജോയിൻ്റ് ആയാൽ പിന്നെ ഒടിച്ചെടുക്കാൻ പറ്റൂ. നിന്റെ കയ്യിലിരിക്കുന്ന താക്കോലുള്ള വെട്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന താക്കോലുള്ള ആ ചെറിയ ചിത്രം നിന്റെ മുമ്പിൽ അടച്ചു പിടിച്ചിരിക്കുന്ന ആ ലോക്കിനകത്തും സെയിം ആയിട്ടിരിക്കുക. അത് നിനക്കേ തുറക്കാൻ പറ്റൂ. ആ താക്കോല് കൊണ്ടേ അത് തുറക്കാൻ പറ്റൂ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില ചെറുപ്പക്കാർ ഇന്ന് രാത്രി അകത്ത് സ്വർഗീയ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ദൈവാത്മാവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവകൃപയ്ക്കായി അടിയങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് ആമേൻ പറയാമോ? ഒന്നിച്ച് സഭ ആമേൻ പറയാമോ? ഈ പിള്ളേർ മുമ്പ് വന്നു, ഏറ്റവും ഫ്രണ്ടി വന്നു. ഇവർ അവരെന്ത് ത്യാഗം സഹിച്ചാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മഹായോഗത്തിന് ഫ്രണ്ടി വരണമെങ്കിൽ അവരവിടുത്തെ കൗൺസിൽ അംഗങ്ങളല്ല. ഈ പിള്ളേർ അവിടുത്തെ മഹായോഗത്തിൻ്റെ സംഘാടകരല്ല. ആ മഹായോഗത്തിൻ്റെ വാളണ്ടിയേഴ്സ് അല്ല. ആ മഹായോഗത്തിൻ്റെ ഫുഡ് കമ്മിറ്റിയിലെ ചെയർമാൻ അല്ല. ആ മഹായോഗത്തിൽ അവരാരുമല്ല.
മഹായോഗത്തിൽ ഒരു സാധാരണ കാഴ്ചക്കാരായി എല്ലാവരാലും വെറുക്കപ്പെട്ടൊരു കുടുംബത്തിൽ ഒരു കുട്ടയ്ക്കകത്ത് എടുത്തു വച്ചാൽ അവർ ജീവിതം തീർന്നു എന്ന് തീരുമാനിക്കാൻ പ്രാപ്തരായ 5 പേർ. പക്ഷെ കുടുംബം വലുതാ, വാക്തത്വമില്ല. കുടുംബത്തിൻ്റെ പേര് പറഞ്ഞു പോയാൽ വേരിങ്ങനെ അറുത്തമി തൊട്ടു പോയാൽ യോസഫിൻ്റെ കുടുംബത്തിൽ കയറിക്കിടക്കുന്ന വേരാ. പക്ഷെ എന്ത് ഗുണം? വചനം അവകാശം എഴുതി വച്ചില്ല. ആ മക്കളില്ലാതെ മരിച്ചാൽ അനുഗ്രഹം അവകാശവും പെമ്മക്കൾക്ക് പോകണമെന്ന് എഴുതി വെച്ചു. ഇത് നിമിത്തം ഒന്നുമില്ലാതെ കിടക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ഒരു വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്ന യോഗമാണ് ആ യോഗം. അതാ ഞാൻ പറഞ്ഞത്, ആ യോഗം മഹായോഗമാണ്. സ്തോത്രം പറയാം. അതുകൊണ്ട് എല്ലാ യോഗത്തിനും വരണം കേട്ടോ. നിങ്ങൾ വരുക മാത്രമല്ല, നിങ്ങൾ വാനനിരീക്ഷകരാകരുത്. ഇന്ന് മഴ പെയ്യും, അതുകൊണ്ട് എങ്ങനാ മഴ പെയ്യുവാണെങ്കിൽ വരണം. സ്തോത്രം പറയാം. പെയ്താലും വരണം. കിലോമീറ്ററുകൾ നടന്ന യോഗത്തിന് നനഞ്ഞുകൊണ്ടുപോയ ഒരു പഴയ ചരിത്രം വേർപെട്ട് ആരാധിക്കുന്ന വിശുദ്ധന്മാർക്ക് പറയാനുണ്ട് എന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. എന്താ സ്തോത്രം പറഞ്ഞില്ല? എല്ലാ യോഗത്തിനും പോയ ഒരു പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. സ്തോത്രം. നിങ്ങൾ എത്ര പേര് ഈ നാളെ നിങ്ങളാരും ഈ സോഷ്യൽ മീഡിയയിൽ പോയി പറയൽ കാട്ടാക്കടയിൽ നിന്ന് വന്ന പി കെ ശ്വാസ് പാസ്റ്റർ പണ്ടത്തേലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞെന്ന്. സ്തോത്രം. ഒന്നും പറയാൻ മേലാത്ത സമയമാണ്, നമുക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ത്യാഗവും വേദനയും നിങ്ങളെ മുമ്പിലെത്തിക്കും. ആരും നിന്നെ എതിർത്താലും ദൈവം നിന്നെ മുന്നിലെത്തിക്കും. കുഞ്ഞെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുക. സ്തോത്രം ചെയ്യുന്നു. അവരെഴുന്നേറ്റ് നിന്നൊരു സാക്ഷ്യം പറഞ്ഞു. മഹ്ളയും നോവയും ഹൊഗ്ലയും മിൽക്കയും തിർസയും 5 പെമ്പിള്ളാർ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് 3 പെമ്പിള്ളാരാണ്. അദ്ദേഹം 6 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഓടിപ്പോവും. പെട്ടവരുടെ അവനെ നിങ്ങൾ വർത്തമാനം പറഞ്ഞ് ഞാൻ പോവാം. ഞാൻ ഇയാൾ ഇച്ചിരി നേരം കൂടി ഇരിക്കുക. എന്നാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പോവാം. ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനാണ്. 3 പെൺപിള്ളേരാ. അപ്പോൾ ആ പിള്ളേരെ സംരക്ഷിക്കൊണ്ട് ഉള്ള വാക്ക് അദ്ദേഹം സാധാരണ പറയാറുണ്ട്. അപ്പം ഞങ്ങളെപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ പറയും, വാർഡൻ എവിടെ പോകുന്നു, വാർഡൻ എവിടെ പോകുന്നു. ഈ 5 പിള്ളേർ കേട്ടോ, സാമാന്യം കാണാനൊക്കെ വൃത്തിയുള്ള 5 പിള്ളേർ. പേര് പഠിച്ചു നോക്കണം കേട്ടോ. മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. സുന്ദരം പേരാ. അല്ല, ഇന്ന് നമ്മുടെ പേരിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. എന്തോ അർത്ഥമുണ്ട്? ഈ അടുത്ത കാലത്ത് ഞാനൊരു യോഗത്തിന് പോയി. ഒരു സഹോദരി വന്നു. അവരെ ആരാന്നൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ചില പേരിൻ്റെ ഒരു അർത്ഥമില്ല. ബിന്ദു. എന്തുവാ ബിന്ദു? എന്തുവാ ഒരു കുത്ത്? അതിനാണ് എന്തു പറയുന്നത്? ആ നിന്നെ ഇവിടെ വരെ എത്തിച്ചത് കൃപയല്ലേ എന്ന് ചോദിച്ചു. ആ പാവം പൊട്ടിയൊരു കരച്ചിലും ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാനാണേ. സ്തോത്രം. നിന്റെ പേരിന് അർത്ഥമില്ലാതിരുന്നിട്ടും ജീവിതത്തിന് അർത്ഥം തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പേരാണ് കൃപയാൽ. എത്ര പേർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയും? അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. നിങ്ങളവിടെ ഒന്ന്, എനിക്ക് ഒത്തിരി ശബ്ദം എടുക്കാൻ പറ്റുന്നില്ല, എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ വന്നു. അടുത്ത് ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. ആ യോഗത്തിന് വെച്ചാ ഈ പിള്ളേർ സാക്ഷ്യം പറയുക. എന്താ പറയുന്നു? ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. ശ്രദ്ധിക്കുക, അപ്പൻ മരിച്ച കാര്യം. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, ചത്ത സാക്ഷ്യമൊന്നും കൂടെ കേൾക്കണ്ട, ജീവനുള്ള സാക്ഷ്യം പറയാൻ അല്ലേ? നമ്മൾ പറയത്തില്ലയോ? അല്ലേ? ആരെങ്കിലും ഒരു ചത്ത സാക്ഷ്യം പറഞ്ഞാൽ നമ്മളെന്ത് പറയും? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, 29 വർഷം കൊണ്ട് ഞാൻ സഭാ പാസ്റ്ററാണ്. സ്തോത്രം. ചിലർ സാക്ഷ്യത്തിന് എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ആ കസേരയുടെ 2 കാലയിലും പിടിച്ച് പ്രാർത്ഥിക്കും, കർത്താവ് ഇവരെ നിയന്ത്രിച്ചോണേന്ന്. അവരെന്നാ പറയുന്നതെന്ന് നമുക്ക് നേരത്തെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി എന്നെ ചെയ്യുമെന്നാ. ആ വാക്ക് അങ്ങനെ തന്നെ ആകണം. മക്കളെ,
മക്കളെ, നോവേ, ഹൊഗ്ലേ, മിൽക്കേ, തൃശേ, അപ്പൻ മരിച്ചത് ഞങ്ങളെല്ലാവരും അറിഞ്ഞല്ലേ? പിന്നെ എന്തിനാ ഇവിടെ പറഞ്ഞേ? ഒറ്റ മരണം കൊണ്ട് 5 വ്യക്തികൾ അന്യധരായതും അനാഥരായതും തകർന്നു പോയതിൻ്റെ കാരണം ഒരു മരണമാ. ഞങ്ങൾക്ക് ഇത് പറയാൻ വേറൊരു സ്ഥലമില്ല. ഇതും കേൾക്കാൻ ഒരു ദൈവമുള്ള ഒരു സാന്നിധ്യം, നിന്റെ തകർന്ന അവസ്ഥയും പറയാൻ പറ്റിയ ഒരു നല്ല ഇടമാണ്. ദൈവത്തിൻ്റെ പാദവിടുമെന്ന് അറിഞ്ഞ പിള്ളേർ ആത്മാവിൽ പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. അടുത്തവർ പറഞ്ഞെന്നറിയോ? അടുത്ത്, എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. കേട്ടോ, അപ്പനെ കുറിച്ച് പിള്ളേർ സാക്ഷ്യം പറയാ. അപ്പൻ ആരുടെ കൂടെ കൂടിയില്ല? സഭയ്ക്ക് ഭാര വെച്ചവരുടെ കൂടെ കൂടിയില്ല. സ്തോത്രം പറയാവോ? സഭയ്ക്ക് സ്ഥിരമായി പണി ചെയ്യുന്നവർക്കെതിരെ കൂടെ എന്ത് ചെയ്തില്ല? ഒരു സാക്ഷ്യം ഈ പിള്ളേർക്കുണ്ട്. അപ്പൻ മരിച്ചത് സത്യമാണെങ്കിൽ അപ്പൻ എവിടെ കൂടിയില്ല? കോരഹിന്റെ കൂടെ കൂടിയില്ല. ഹല്ലേലൂയ. എൻ്റെ വിശദീകരണം അവിടെ ഒന്നും അല്ല, ഞാൻ വേഗത്തിൽ വിടുക. അടുത്ത്, അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവൻ പറയാ, ഈ പിള്ളേർ പറയാ, അപ്പൻ എങ്ങനെയാ മരിച്ചേ? സ്വന്തം പാപത്താൽ. അടക്കാൻ ചെന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലാകാത്തത് കണ്ടോ? അടക്കാൻ ചെന്നപ്പോഴത്തേക്ക് എന്തോ പറഞ്ഞു കാണും. സെലോഫഗാദ് മരിച്ചപ്പോഴേ യോഗത്തിന് അടക്കാൻ ചെന്നത് എം എ വർഗീസ് പാസ്റ്റോ അല്ലെങ്കിൽ എം എ ജോൺ പാസ്റ്റർ ഒരു അടക്കത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നു ഭയങ്കര സ്തോത്രം. ഞാൻ എന്നെ വിളിച്ചാലും ഞാൻ പറയും, വിശുദ്ധന്മാർ അക്ഷയരായി രൂപാന്തരപ്പെടുന്നത് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ഭയങ്കര മനുഷ്യനായിരുന്നു. അല്ലോ വിശുദ്ധനായിരുന്നു കേട്ടോ, ഭയങ്കര വിശുദ്ധനായിരുന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ ഈ പിള്ളേർ അപ്പനെ കുറിച്ച് പറയുക, അപ്പൻ മരിച്ചത് സ്വന്തം പാപം നിമിത്തമാ. നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചിടാ വിശുദ്ധൻ എന്ന് പറഞ്ഞ് അടക്കിയ അപ്പനെ കുറിച്ച് പിള്ളേർ പറയുക, അപ്പൻ എങ്ങനാ മരിച്ചത്? പാപം ചെയ്താ മരിച്ചതെന്ന്. എൻ്റെ ചോദ്യം ഈ പിള്ളേരോടാ, അപ്പൻ പാപം ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഇത്രയും കൂട്ടരുടെ ഇടയിൽ പറയണമായിരുന്നോ? ഈ ഉപവാസത്തിൻ്റെ 4ാമത്തെ രാത്രി അതിനുള്ള മറുപടി കേട്ടേച്ച് പോകാവൂ. തിരുസന്നിധിയിലാണ് ഞാൻ വന്നത്. ആമേ, കുറവുകൾ ഏറ്റുപറയാതെ, എൻ്റെ പോരായ്മകൾ അതുപോലെ പറയാതെ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ക്രൈസ്റ്റിൻ്റെ മുഴുവൻ റീസൺ എനിക്കറിയാമെന്നുള്ളത് ഞാൻ പറയാതെ ഇവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. നിന്റെ അകർത്തം ഇന്ന് രാത്രി മറച്ചു വെച്ച ശുഭം വരത്തില്ല. ഏറ്റു പറയുന്നവനെ കരുണ ലഭിക്കത്തുള്ളൂ. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. കുറവ് ഏറ്റുപറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം പാപം ചെയ്ത് മരിച്ചെന്ന് സ്വർഗത്തിലെ ദൈവം ഈ പിള്ളാടെ വാ കൊണ്ട് കേട്ടതിൻ്റെ സമയം തന്നെ ദൈവം തീരുമാനിച്ചു, ഇവർക്ക് വരേണ്ട നന്മ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ വിലപ്പെട്ട രാത്രിയിൽ ജീവിതത്തിൻ്റെ പോരായ്മകൾ ഏറ്റുപറയാൻ 21ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിൽ കർത്തൃമേശ മുമ്പ് വരുമ്പോൾ ക്ഷമിക്കണമെന്ന് പറയുന്ന നിന്റെ ക്ഷമാപണം കേൾക്കാനല്ല ദൈവം ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. നിന്റെ പോരായ്മ ഇന്ന് രാത്രി ആരും കേൾക്കണ്ട. അടുത്ത് നിൽക്കുന്നവർ കേൾക്കാതെ തുറന്നു പറഞ്ഞ് കർത്താവെ ക്ഷമിക്കണമെന്ന് ഇന്ന് രാത്രി നീ ഏറ്റുപറഞ്ഞാൽ കരുണ തരുന്ന ഒരു ദൈവത്തിന്റെ കടാക്ഷം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കുറെ കൂടെ ഫാസ്റ്റിൽ പോവാം. ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ മനസ്സിൽ ചിന്തിച്ചാ വന്നത്. ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞു പോയതാ, മനസ്സിൽ ചിന്തിച്ചതാ. കാരണം ഇന്ന് രാത്രി എനിക്ക് മൊത്തം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്. ഒരു സ്തോത്രം പറയാമോ? ഞാൻ പറയാം, ഇന്ന് രാത്രി നിങ്ങളിൽ ആർക്ക് ഊർജം കിട്ടിയില്ലെങ്കിലും കർത്താവ് എനിക്ക് ഊർജം തരും. ഉറപ്പായ കാര്യമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഈ പിള്ളേർ സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ പാപം ചെയ്ത് മരിച്ചുപോയി. അപ്പൻ ഈ കൂട്ടത്തിൽ കൂടിയില്ല, പക്ഷെ കൂട്ടത്തിൽ കൂടാതെങ്കിലും അപ്പൻ എന്തോ ചെയ്തിരുന്നു? പാപം നിമിത്തം അപ്പൻ മരിച്ചു. സ്തോത്രം. കാലെ ആണി കൊണ്ടല്ല അപ്പം മരിച്ചത്, പാപം ചെയ്ത അപ്പം മരിച്ചെന്ന് കൃത്യമായി പിള്ളേർ പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശമില്ല. ആ വിഷയം ഈ സഭ ഏറ്റെടുക്കണം. ഒറ്റ പറച്ചിൽ പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞേ? നോക്കിക്കേ,
ഞങ്ങളുടെ അപ്പന് മകനില്ലായക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരയണം. തീർന്നു. നീതിമാന്മാരുടെ രണ്ടാമത്തെ അവകാശമാണ് സഹോദരങ്ങളുടെ ഇടയിലുള്ള അവകാശം. ഇത് വലിയ യുദ്ധത്തിലാണ് കർത്താവ് ഇത് കൊടുത്തത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതിനകത്തുള്ള ദൈവിക അവകാശം യുദ്ധത്തിലൂടെ കർത്താവ് തരത്തുള്ളൂ. അത് പുറത്തെ യുദ്ധമല്ല, അകത്ത് വെളിപ്പെടേണ്ട ആത്മീയ യുദ്ധമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താം, ശ്രദ്ധിച്ച് കേൾക്ക്. ഞങ്ങൾക്കൊരു അവകാശം വേണം. അത് സെലോഭാഗാതിൻ്റെ അവകാശം, അപ്പൻ്റെ അവകാശമാണ്. പക്ഷെ സഹോദരങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങൾക്ക് തരണം. സഭ ശബ്ദമായി, ആളുകൾ അമ്പരന്നു. മോശ 120 വയസ്സുകാരനായ മോശ അന്താളിച്ചു. എലയാസർ നോക്കിയപ്പോൾ ജനം പതുക്കെ ചലിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനമായി ഇവന്മാർ എന്തു ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആഹപ്പാട് പ്രതിസന്ധിയായി. എല്ലാവരുടെ കണ്ണുകൾ മോശയില്ല. മോശ കണ്ണടച്ചാൽ ഈ പിള്ളേരെ എറിഞ്ഞു കൊല്ലും. മോശ കണ്ണനക്കിയാൽ അടി ഉറപ്പായി നിൽക്കുന്ന, ശബ്ദമായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മോശ ജനത്തെ കൈ കാണിച്ചു പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഞാനിത് ചോദിച്ചിട്ട് വരാം. ഈ പിള്ളേരെ അവിടെ ഇരി എന്ന് പറയാമായിരുന്നിട്ടു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പിള്ളേർ ഇതിലൊന്നും ഉള്ളതല്ലല്ലോ. അവരോട് പറയാം അവിടെ ഇരി എന്ന് പറയുന്നതിന് പകരം, അവിടെ ഇരിക്കുക എന്ന് പറയുന്നതിന് പകരം നിൽക്കുന്ന 5 പിള്ളേരെ നിർത്തിക്കൊണ്ട് മോശ അകത്ത് കയറി ഒറ്റ പ്രാർത്ഥന. തമ്പുരാനോടൊരു കണ്ണുനീര്, കർത്താവേ, ഞാൻ എഴുതി വെച്ച വ്യവസ്ഥ നിമിത്തം ഈ തലമുറയിൽ 5 എണ്ണം മരിക്കാൻ പോവുക, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം ഒരു ദൂത് പറഞ്ഞു, കുഞ്ഞേ, നീ ആ പുസ്തകത്തിൻ്റെ ഫുട് നോട്ട് എഴുതാവുന്ന സ്ഥലത്ത് നീ എഴുതി പോയി, ഒരുത്തൻ ആ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സ്വത്ത് പെൺമക്കൾക്ക് കൊടുക്കണമെന്ന് എഴുതി ഈ ജനം കേൾക്കേ നീ വായിക്കണം. ഈ യോഗത്തിനിടയിൽ കുറച്ചാളുകൾ പെട്ടെന്നിറങ്ങിപ്പോയി. പോകുന്ന കൂട്ടത്തിൽ പെൺപിള്ളാർ പരസ്പരം പറയുക, മക്കളെ, നിങ്ങളെപ്പോലെയുള്ള പെൺപിള്ളാർ പരസ്പരം പറയുക, ഇന്ന് ആ പിള്ളേർ തീർന്നു. സ്വന്തം ജീവിതത്തിൻ്റെ വേദനയും തത്തുല്യമായ വ്യവസ്ഥയിൽ തന്നെ കിടക്കുമ്പോൾ അവരുടെ മരണത്തിൻ്റെ കല്ലേറുകൊണ്ട് മരിക്കുന്ന കാണണ്ട എന്ന് പറഞ്ഞു ഓടിപ്പോകുന്ന ഒരു സമൂഹത്തിന് പുറകിൽ നിന്ന് കൈയടിച്ച് പറയാൻ നില്ല് 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 നില്ല്. ഇസ്രായേൽ ജനത്തിലെ സകല സഹസ്രങ്ങളിലും പറയാൻ ദൂത് വന്നു, ഒരുത്തൻ അമ്മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സ്വത്ത് പെൺമക്കൾക്ക് കൊടുക്കണമെന്ന് പുതിയ നിയമം വന്നിരിക്കുകയാ. നിയമദാതാവായ മോശ പരസ്യം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ സഹോദരങ്ങളുടെ ഇടയിലുള്ള നിന്റെ അവകാശ നിയമം കൊണ്ട് കെട്ടിയ ആ കെട്ട് ഇന്ന് രാത്രി സ്വർഗം അഴിക്കുകയാണ്. ആമേ. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സെക്ഷൻ കോടതിയോ കെട്ടിയത് സ്വർഗീയ കോടതി ഇന്ന് രാത്രി അഴിക്കുന്ന യോഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സഹോദരങ്ങളുടെ ഇടയിലുള്ള നിന്റെ അവകാശത്തെ കെട്ടി ഒതുക്കിയ ഇതൊന്ന് കയ്യിലെടുത്തോട്ടെ. ദൈവ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രി ആത്മാവ് നിന്നെ തൊടുകയാണ്. ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിയമം കൊണ്ട് കെട്ടിയത്, ആമേ, വ്യവസ്ഥ കൊണ്ട് കെട്ടി ഒതുക്കിയത് ഇന്ന് രാത്രി ആ ചങ്ങല അഴിയുകയാണ്. ഒരുത്തൻ ആ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സ്വത്ത് പെൺമക്കൾക്ക് കൊടുക്കണം. ഇന്ന് രാത്രി ഈ ദൈവസഭയ്ക്കകത്തുള്ള പെൺകുഞ്ഞുങ്ങൾക്കൊരു ഡെലിവറൻസ് നടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്തുള്ള ആൺകുഞ്ഞുങ്ങൾക്കൊരു ഡെലിവറൻസ് നടക്കുകയാണ്. അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ദൈവശക്തിയായി ഈ ഹോളിനകത്ത് ഉലാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നെ പൊറുപ്പിക്കുകയില്ല, നിന്നെ പറത്തിക്കളയുമെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ ദൈവമരെ ചേർത്ത് കെട്ടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം, മഹത്വം, മഹത്വം. ആമേ. ശരീരം വിട്ടുകൊടുത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ.
ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ജയം എടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയം എടുക്കുന്നു. ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു. ജീസസ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. നീതിമാൻ്റെ 3, 4, 5 അവകാശങ്ങൾ ഞാൻ വേഗത്തിൽ ഒറ്റവാക്കി പറയാം. 3-ാമത്തെ നീതിമാൻ്റെ അവകാശമാണ് തലമുറ മക്കൾ. 4 നീതിമാൻ്റെ 4-ാമത്തെ അവകാശമാണ് രോഗസൗഖ്യം. 5 നീതിമാൻ്റെ 5-ാമത്തെ അനുഗ്രഹമാണ് നിങ്ങളുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇന്ന് രാത്രി നീതിമാൻ്റെ അവകാശത്തിന് മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കരുത്. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരെയും ശ്രദ്ധിക്കണ്ട. കർത്താവെ, ഇന്ന് രാത്രി ഞാൻ അവകാശിയാണ്, എനിക്കെൻ്റെ അവകാശം തിരിച്ചു പിടിച്ചേ പറ്റുകയുള്ളൂ എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കേണ്ട സാമ്പത്തിക ഭദ്രതയെ സഹോദരങ്ങൾ നിമിത്തം നിയമം കൊണ്ട് കെട്ടി ഇന്ന് വെറും കൈയോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഇന്ന് രാത്രി ഇതിനകത്ത് നിൽപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി നിനക്ക് മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ആ ബന്ധനം കർത്താവ് അഴിക്കുക. പ്രാർത്ഥിച്ചു. ഈ രാത്രി എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും മറ്റൊരാളെ നോക്കണ്ട. ആത്മാവ് നിങ്ങളെ തൊടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീ പിടിച്ച ഒരു അഭിഷേകം അകത്തേക്ക് വ്യാപരിക്കുന്ന യുവകരുടെ പകർച്ച. സ്തോത്രം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ജയം. എൻ്റെ അവകാശം ഇന്ന് രാത്രി എനിക്ക് വേണം കർത്താവേ. എൻ്റെ അവകാശത്തെ തൊടാൻ ഞാൻ ഒരു ഇരുട്ടിൻ്റെ ആഗ്രഹത്തെ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി ഞാനത് തിരിച്ചു പിടിച്ചേ പോകത്തുള്ളൂ. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഞാൻ ഇറങ്ങിയത് പ്രാപിക്കാം. നിന്റെ യജമാനനെ ഇന്ന് നിന്റെ തലയ്ക്കെന്ന് എടുത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച ചോദ്യത്തിന് എലീശ പറഞ്ഞ മറുപടി, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഇന്ന് ഞാൻ ഇറങ്ങിയത് ഞാൻ പ്രാപിച്ചു കൊള്ളാം. ഒരു ദിവസം, ഏഴോ ദിവസം ഞാൻ നിന്ന വയലിന്റെ കരയിൽ നിന്ന് ഒരു പുതപ്പ്, 12-ാമത്തെ കാളയുടെ അടുക്കൽ ഞാൻ നിന്ന സ്ഥലത്ത് ആ പുതപ്പ് എന്നെ തേടി വന്ന ഒരു ദിവസം ഇന്ന് ഞാൻ ഓർക്കുന്നു. അങ്ങനെ പുതപ്പെറിഞ്ഞ് പിടിച്ച പ്രവാചകന്റെ പുറകെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചു. ഈ രാത്രി നിന്നെ പുതപ്പെറിഞ്ഞ് പിടിച്ച ഒരുവൻ, നിന്റെ മേൽ ഇന്ന് രാത്രി നിയോഗത്തിന്റെ പുതപ്പെറിഞ്ഞ ഒരുവൻ, പ്രാർത്ഥിച്ചു. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ ആത്മാവി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. ഓ രാമശേഖരിയേ, ചില രോഗസൗഖ്യം ഇന്ന് രാത്രി ദൈവാത്മാവ് ചെയ്യുന്നു. ചില രോഗികളെ ഈ രാത്രി ദൈവാത്മാവ് സൗഖ്യമാക്കുന്നു.
ഇന്ന് രാത്രി ദൈവം ചിലരെ അഭിഷേകം ചെയ്യുന്നു. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥിച്ചോ. ഈ രാത്രി നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകം നിന്റെ മേൽ വീഴുകയാ. Move Holy Spirit, move Holy Spirit. Hudara Baba Shantara Baba Riateria. Move Holy Spirit, move Holy Spirit. Oh Rama Shantana പരിശുദ്ധാത്മാവേ ചലിക്കണം. ദൈവാത്മാവ് ഇടപെടുന്നു. ഈ രാത്രി നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലൊരു അഭിഷേകം ഈ രാത്രി നിങ്ങളുടെ മേൽ വീഴുകയാണ്. രാജ്യം കടന്ന് കടൽ കടന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് വീട്ടിലേക്ക് ഈ രാത്രി ദൈവശക്തിയുടെ ചലനം വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഇന്ന് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്ന് ഇവിടെ. ഓ പ്രകാശിക്കാവേണം വെളിച്ചമായി. ഓ പ്രകാശിക്കാം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാം ചേർന്ന് അന്ധകാരവോ എല്ലാം നിന്നും നീങ്ങിപ്പോകട്ടെ. എല്ലാം പോകട്ടെ. കല്ലുപോലുള്ള ഇളയോ കല്ലുപോലുള്ള ഓ ഇന്നു മെഴുകു പോലുരുക്കേണമേ. ഓ വെളിച്ചങ്ങൾ വിശുന്നു. ശബ്ദമുയർത്തി പാടാവോ. വെളിച്ചങ്ങൾ അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ യോഗത്തിൽ ഞാൻ ചേർന്നു. എന്റെ രക്ഷകനേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ആത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ. പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആമേൻ. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാലെന്നു നടത്തേണമേ. ആത്മശക്തിയാലെന്നു നടത്തേണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകുപോൽ ഉരുക്കേണമേ. ഇന്നു മെഴുകുപോൽ ഉരുക്കേണമേ. ആത്മനീലങ്ങളെ ഉരുക്കിടുവാൻ, ആത്മനീലങ്ങളെ ഉരുക്കിടുവാൻ സ്വർഗസിയോനിലെ വിത്തുവിതപ്പാൻ, സ്വർഗസിയോനിലെ
വിത്തു വീതപ്പാ നല്ലവണ്ണമതു ഫലം കൊടുപ്പാ നല്ലവണ്ണമതു ഫലം കൊടുപ്പാ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാ ആത്മസന്തോഷം ആനന്ദിപ്പാ ആത്മവാരി കൊണ്ടു നിറയ്ക്കണമേ ആത്മവാരി കൊണ്ടു നിറയ്ക്കണമേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ഉള്ളിലാകുമ്പോ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ ആമേൻ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ഞാൻ എന്റെ രക്ഷകനാമേശുവിൽ ഞാൻ രാജ രക്ഷകന യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും ശകനാഥ വീരകനാ ജഗരികനാധാര വൈഡകനാ ജഗരികനാധാര അസ്തുരരാ ജഗരികനാധാരെ അത്തുരധാരകരികനാധാരെ അത്താരികനാ വേദാരാജ തരരികനാദേ ആദികരകനാ വേദാരികന അതുനാ രാജാരേ ഷാദകനാ ജഗരികനാധാര അതുനകനാ ജഗദേരാ വൈഡ അത്തുര ബലവ ശംതുനരികനെ അസ്തുര വേദാരികാദാന അസ്താരികനാ വേദാരാ ജഗരികനാധീര തുരബലവ ശംതുനകടകെ അതരാജാധീരകനാജാധീരകനാദേ തരരാജകരികനാധാര ശവരാജേ വേദാരികനാധീരാരകന താരദ്ദാ വേദാരാജ താരികനാധീരാരകന താബലവ ശംതാരികന താരികനാ വേദാരികന ജഗരാജകരികനാധീരാധനകാരികന തുരബല ബലവ ശംതുനകടകെ തകരാജ വേദികനാജ തുരകടകാരികാതകടകെ തരബലവാരികാധാര തരവശാരികാതകടകം ധീരകനാജേ തുരബന്ധം വേദികരത്തെ തരകാജേ രികനകനാജേ തുരബലവേരികനകനാജേ തരകടകെ വേദികനന്ദേ തുരവശാരികാതകടകെ താരന്താ വേദാനാജ താരികനാധീരാനാജ താകടക വേദാനന്ദ താരശാരികാനന്ദ താരച്ച ബലപാരാജ താകടക വേദാനാജ താരികനെ ധീരാനന്ദേ താരികനെ ധീരാരകനെ തുരകടകെ രികനകധാരേ തരവശേ ബലബലഭത്തെ തരകന്തരകത്തര വച്ചര ബാലബലന്തു കടത്തകരാജേ തുരവേദികരാജകരന്തുന തുരവശ പരിഗണകരന്തേ തുരവേദകനാജം തിരകം ധീരത്താര തർക്കടകം ധീരക്കാരം തുരവച്ചം ബലബലബന്ധം തുരകടകം ധിരാജകടക തരക തുരബന്ധുര ബാലബലശകരാജകരന്തുന വേദേ തുരകടകര ധീരകര തുരവൈഡകരന്തന തകരാജേ തുരവാദകരന്തരകച്ചം ധീരകരത്തെ വൈഡാരാജ താരാജ വേദാനാജ താരികനാധീരാനന്ദ താവശൈ ബലവാനന്ദേ താകടകെ വേദാനന്ദേ താകടകെ ധീരകനാജേ തുരബലബല ബന്ധുര ബാധേ തരകടകര ധാരകരന്തേ തുരകാതക രാജകനാഥേ തരവാചകരന്തുന വേദേ തരകടകര രാജകരന്തേ തുരവശബലവനപരാജേ തുരകാജകരന്തന കൈഡേ തരകന്ധര വൈഡകരാജ തുരവാദകരന്തനഘാതേ തുരവശര ബാലബലന്തേ തുരകാജകരന്തന വൈഡേ തുരവാദകരത്തര രാജം തുരകാജകരന്തേ
താനന്ദ വേദനാജ താ രാജ വേദനാജ താ രക്ഷ ധീരാനാജ താ ഘടക ധീരാനന്ദേ തുരവച്ചേ ബലബല ബന്ധേ തരകാജേ വേദികനാജേ തുരകാജേ ധീരകരന്തേ തരവശേ ബലബല ബാധേ തരകച്ച ധീരാനന്ദ താ രാജ വേദനാജ താ രാജ ധീരാനന്ദേ താ ഘടകേ രീകാനന്ദേ താ വശേ ബലബാനന്ദേ തരകാദേ ധീരകരന്തേ വൈടകരാജേ തുരവാജേ വേദകരന്തേ തരകാദേ ധീരകരന്തേ തുരകച്ചേ ധീരകരാദേ തരകടകേ രീകരകന്തേ തുരബലവേ രീകരമാനേ തരവൈടേ രീകരകത്തേ തരകശേ രികാരകടകേ തരവാദേ ബലബലബന്ധേ താരകനാ ധീരാനാജ താരക്ഷ ബാലദാന താരന്ദ വേദാനാജ താ ഘടക രീകാനാജേ താരാവാ രീകാനാജേ താരക്ഷേ വേദാനന്ദേ താരാജ ഏതാനാജേ താരത്ത രീകാനാജ തരഭക്ത ബലബലഭക്ത തുരവച്ച ബലബലബാധേ രീകരധാരേ ആദികരന്ദ വേദികരന്ദ തരകശ ധീരകരന്ദ തുരമൗഢ വേദികനാജേ തുരകടകേ രീകരകത്തേ ബലബലഭക്ഷേ ഓ രാജാരാഹസുരേ വിരാജന നമ്മോളിവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സഭയായി വേണ്ട ഹല്ലേലൂയ ആമേൻ ശക്തമായ ദൂത് ദൈവത്തിന്റെ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീതിമാന്മാരുടെ അവകാശത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്ന അവന്റെ മഹാസ്നേഹത്തിന് ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അവകാശം തരുന്ന ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരങ്ങളുടെ ഇടയിൽ അവകാശം തരുന്ന ഒരു ദൈവത്തെ ഇന്ന് ഹല്ലേലൂയ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മുടെ ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. സഹോദരന്മാർ ഐക്യത്തോടെ ഒത്തൊരുമിച്ച് വസിച്ചാൽ അവിടെ അനുഗ്രഹവും ഹല്ലേലൂയ ശാശ്വതമായ ജീവനമുണ്ടെന്ന് കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിച്ചാൽ സഭ ഐകമത്യപ്പെട്ട് ദൈവ സ്നേഹത്തിൽ ദൈവസഭ മുന്നോട്ട് പോയാൽ അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് ശാശ്വതമായ ജീവൻ, എന്നേക്കുമുള്ള ജീവൻ അവിടെയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ മാത്രമായ ഹല്ലേലൂയ ജീവിതം മാത്രമല്ല, നിത്യജീവനും ഹല്ലേലൂയ സഹോദരങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ ഐകമത്യത്താൽ ഉളവാകുന്ന അവകാശത്തിലൂടെ എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. ദൈവത്തിന്റെ അഭിഷേകത്തിന് ദൈവം ശക്തമായി കരങ്ങളിൽ പിന്നെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് അനുഗ്രഹമായി ഈ തലമുറയിൽ ശക്തമായി കർത്താവ് ഉപയോഗിക്കട്ടെ. പ്രത്യേകാലം ഇന്ന് കടന്നു വന്ന് വിലയേറിയ ഹല്ലേലൂയ ആമേൻ ദൈവവചനം നമുക്ക് ഹല്ലേലൂയ പകർന്നു തന്ന ദൈവദാസനോടുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ ദാസൻ ഹല്ലേലൂയ ടി.എം. കോശി പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ പ്രാർത്ഥിച്ച് എം.എ. വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെ 4ാമത്തെ ദിനം അങ്ങയുടെ പാദത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും അവിടെ ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തല്ലോ. ഉപവസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാത്രികാലവും കർത്താവ് തൻ്റെ ജനത്തെ കൊണ്ടുവന്നു. അങ്ങയുടെ ദാസന്മാരെ ശക്തമായി ഉപയോഗിച്ച് വിശേഷാൽ അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഇന്ന് രാത്രിയിലും പകലും കർത്താവെ അനുഗ്രഹമായി ഇതിൻ്റെ മധ്യാത്മാവിൽ അവിടുന്ന് ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീതിമാന്മാരുടെ അവകാശം ദുഷ്ടന്മാരുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ദുഷ്ടനെ ഹല്ലേലൂയ അനുവദിക്കുകയില്ല എന്ന് പിന്നെയും ഞങ്ങളെ കേൾപ്പിച്ച ഹല്ലേലൂയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും പിതാക്കന്മാരിലൂടെയുള്ള അവകാശം, സഹോദരന്മാരുടെ മധ്യയിലുള്ള അവകാശം, മറ്റവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് തരുന്ന ദൈവം അവിടുന്ന് ആയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അത് നഷ്ടപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യയിൽ അവകാശങ്ങൾ കർത്താവെ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നവരായി അതിൽ നിലനിൽക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവജനത്തിൽ ഞങ്ങൾ കേട്ട സഹോദരിമാർക്കുള്ള അവകാശം
നിയമത്തിൽ അവർക്കത് കർത്താവെ അർഹമായി ലഭിക്കുകയില്ല എങ്കിലും നിയമത്തെ തിരുത്തി എഴുതുന്ന നിയമകർത്താവ് ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഇറങ്ങിയെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. സഹോദരന്മാരുടെ മധ്യയിൽ അവർക്കും അവകാശം കൊടുത്തതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ രാത്രികാലം അർഹമായ അവകാശങ്ങൾ നിയമം മൂലം തടഞ്ഞ് ആർക്കെങ്കിലും അനുഭവത്തിലായി വരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ചേർന്ന് വരുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അത് വെളിപ്പെടുത്തുന്ന ദൈവമായി, അവകാശമായി മടക്കി കൊടുക്കുന്ന ദൈവമായി അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഉപസിപ്പാനങ്ങളുടെ ദാസിദാസന്മാരെ അവിടുന്ന് കരങ്ങളെടുത്തതിനാൽ സ്തോത്രം. ശുശ്രൂഷിപ്പാനങ്ങളുടെ ദാസനെ ഇന്ന് രാത്രിയിലും പകലും കർത്താവ് കരങ്ങളെടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ബലപ്പെടുത്തണം, സഹായിക്കണം. എല്ലാവരെയും ദൈവം ഈ ദിവസങ്ങളിൽ ആത്മശക്തിയോടെ ഉപയോഗിക്കണമേ. ഈ ദേശത്ത് ഈ ഉപവാസം വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടണം ഈ ദിവസങ്ങൾ ഉണരപ്പെടുവാൻ, ശക്തികൾ ശാസിക്കപ്പെടുവാൻ, ദൈവജനം അധികാരവും ശക്തിയും അവകാശവും ഏറ്റെടുക്കുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിദാസന്മാരെ ബലപ്പെടുത്തിയാട്ട് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വം കർത്താവിന് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ. ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ മധ്യേ കടന്നു വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ദൈവദാസൻ 21 ദിവസം ഉപവാസത്തിലായിരുന്നു. അതിൻ്റെ 9ാമത്തെ ദിവസമാണ്. ഉപവാസത്തോടെയാണ് കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലും രാത്രിയിലും നമ്മുടെ മധ്യയെ ശുശ്രൂഷിച്ചത്. നമ്മളോട് ദൈവാത്മാവ് ഇടപെട്ടുന്ന ബോധ്യമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവേ അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 10:30 മണിക്ക് തന്നെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി കടന്നു വരിക. സ്തോത്രം. നാളെ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ജോസ് പളുകൽ ആയിരിക്കും. പാസ്റ്റർ ജോസ് പളുകൽ.